ഒരു കൗതുക വാർത്തയാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഇങ്ങനെ ബലം പിടിച്ച് എല്ലാവരെയും കുറ്റം പറയുന്ന വാർത്തകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുഴപ്പം പിടിച്ച വാർത്തകൾ മാത്രം ചെയ്യുന്ന ഒരു ചാനലൊന്നും അല്ലത്. ഒരു കൗതുക വാർത്ത. UDF വന്നാൽ ആരൊക്കെയായിരിക്കും മന്ത്രിമാർ, ഏതൊക്കെ വകുപ്പുകളായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? മുഖ്യമന്ത്രി KC വേണുഗോപാൽ ആയാൽ, ഇതെല്ലാം പ്രോബബിലിറ്റിയാണ് കേട്ടോ, സാധ്യതകളാണ്, പോസിബിലിറ്റികളാണ്. മുഖ്യമന്ത്രി KC വേണുഗോപാൽ ആയാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ധനകാര്യമന്ത്രി VD സതീശൻ. അപ്പോഴൊരു ചോദ്യമുണ്ട്, VD സതീശൻ മുഖ്യമന്ത്രിയായി ഇരിക്കുമോ? കാര്യം പ്രതിപക്ഷ നേതാവായി അദ്ദേഹം കുറെ ആദർശവും നിലപാടുകളുള്ള ആളാണ്, ചിലപ്പോൾ ഇരിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇനി VD സതീശൻ മുഖ്യമന്ത്രി ആയാൽ ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല, നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കൂടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, അതിൽ അദ്ദേഹം ശോഭിച്ചിട്ടുള്ള ആളാണ്. ആഭ്യന്തരവും വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു വകുപ്പും കൂടി അദ്ദേഹം വഹിക്കുമോ? എന്തായാലും ഇവർ 3 പേർ, KC വേണുഗോപാൽ, പിന്നെ നമ്മുടെ VD സതീശൻ, രമേശ് ചെന്നിത്തല, 3-ൽ ആരെങ്കിലും 3 പേരും ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് വരാം. അപ്പൊ അവരെ നമുക്ക് അങ്ങനെ ഒരു ലിസ്റ്റിൽ വെക്കാം. അടുത്ത് വരാൻ സാധ്യതയുള്ള വളരെ സീനിയർ നേതാക്കളെ തൊട്ട് താഴോട്ട് പിടിച്ചാൽ ഏറ്റവും സീനിയർ നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹം ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അനിൽകുമാർ പാട്ടും പാടി തോറ്റുപോകും, 8 നിലയിൽ പൊട്ടും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പാട്ടും പാടി ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരം, റവന്യൂ, ജലസേചനം, പിന്നെ ഫോറസ്റ്റ്, ഒരുപാട് വകുപ്പുകൾ കൈകാര്യം ചെയ്തതാണ്. ഇനി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിച്ച് ബാക്കിയെല്ലാം കൈകാര്യം ചെയ്തു. അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയാകുമോ? കാര്യം VD സതീശൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായാൽ തീർച്ചയായും ധനകാര്യ വകുപ്പ് മന്ത്രിയായി തിരുവഞ്ചൂർ വരുമോ? എന്തായാലും അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയുന്ന വകുപ്പാണ്. ഇരുന്ന വകുപ്പുകളെല്ലാം അദ്ദേഹം ശോഭിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ AP അനിൽകുമാർ, അദ്ദേഹം അതോ VP സജീന്ദ്രനാണോ വരുന്നത്? 2 പേർ ജയിച്ചാൽ AP അനിൽകുമാറിനാണ് കൂടുതൽ സാധ്യത. അദ്ദേഹം നേരത്തെയും മന്ത്രിയായിരുന്നു വണ്ടൂരിൽ നിന്ന്. അദ്ദേഹത്തിനാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ മന്ത്രിയാകാനുള്ള, സജീന്ദ്രനേക്കാളും അദ്ദേഹത്തിനാണ് സാധ്യത കൂടുതലുള്ളത്. പിന്നെ വരുന്ന ആളുകൾ എന്ന് പറയുന്നത്, ജയിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ, ശക്തൻ ജയിച്ചാൽ നാടാർ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രാതിനിധ്യം കിട്ടാൻ വേണ്ടി ശക്തൻ മന്ത്രിയാകുമോ? അതോ വിൻസെന്റ് വീണ്ടും അവിടെ നിന്ന് ജയിച്ചാൽ, കോവളത്തിന് ജയിച്ചാൽ നാടാർ പ്രാതിനിധ്യത്തിന് വേണ്ടി വിൻസെന്റ് മന്ത്രിയാകുമോ? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് പിടിക്കുകയാണ്. VS ശിവകുമാർ നേരത്തെ മന്ത്രിയായിരുന്നു, അദ്ദേഹം അരുവിക്കരയിൽ ജയിച്ചാൽ വീണ്ടും മന്ത്രിയാകുമോ? കൊല്ലത്തേക്ക് കയറിയാൽ ബിന്ദു കൃഷ്ണ, വനിതകൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ ചേർത്തലയിലാണെന്ന് തോന്നുന്നു മത്സരിക്കുന്നു. അവർ ജയിച്ചാൽ ഷാനിമോൾ ഉസ്മാനാണ് കുറച്ച് കൂടുതൽ സാധ്യത. അതേസമയം സിദ്ദിഖിന് പിന്നെ അല്ലെങ്കിൽ അൻവർ സാദത്തിനോ മന്ത്രിസ്ഥാനം പോയാൽ പിന്നെ ചിലപ്പോൾ 2 മുസ്ലിമിന് കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും എന്ത് സാധ്യതയില്ല, പിന്നെ നമ്മൾ ഷാനിമോൾ ഉസ്മാന് സാധ്യതയില്ല. അപ്പോൾ ബിന്ദു കൃഷ്ണയ്ക്കാണ് സാധ്യത വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഇക്വേഷൻ നോക്കേണ്ടത്, നായർ, ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം, ഒരുപാട് ഇക്വേഷൻ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ബിന്ദു കൃഷ്ണയാണോ ഷാനിമോൾ ഉസ്മാനാണോ എന്ന് നിൽക്കുന്നത്, സിദ്ദിഖ് വരുമോ അൻവർ സാദത്ത് വരുമോ എന്നതിനെയും കൂടി കണക്ട് ചെയ്തിട്ടായിരിക്കും. ഇനി അടുത്ത് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് വിഷ്ണുനാഥാണ്. വിഷ്ണുനാഥ് കുണ്ട്രയിൽ ജയിച്ചാൽ, വിഷ്ണുനാഥ് വളരെ സീനിയർ നേതാവായി ഇപ്പം മാറിക്കഴിഞ്ഞു പൊസിഷൻ കൊണ്ട് തന്നെ. വിഷ്ണുനാഥ് മന്ത്രിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല. വിഷ്ണുനാഥ് മന്ത്രിയാകാം. ഒരു 10-11 മന്ത്രിമാരാണ് ഉള്ളത് അവർക്ക്. ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കുമോ? വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ചാണ്ടി ഉമ്മൻ ജയിക്കുന്നത്. ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിലേക്ക് വരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. മാണി സി കാപ്പനെ പോലെയുള്ള ആളുകൾ, KK രമ, മാണി സി കാപ്പൻ, CP ജോൺ തുടങ്ങിയ ആളുകൾ മന്ത്രിമാരാകുമോ? അടുത്തൊരു ചോദ്യമാണ്. ഷിബു ബേബി ജോൺ ജയിച്ചാൽ ഷിബു ബേബി ജോൺ മന്ത്രിയാകാം. ഷിബു ബേബി ജോൺ തോറ്റുപോയാൽ, വിഷ്ണുമോഹൻ ജയിച്ചാൽ, ഇരവിപുരത്ത് ജയിച്ചാൽ വിഷ്ണുമോഹൻ മന്ത്രിയാകാം. അതൊക്കെ RSPക്ക് കിട്ടുന്ന സീറ്റ് അനുസരിച്ച് ഒരു മന്ത്രിസ്ഥാനമുണ്ട്. അതിൽ ഷിബു ബേബി ജോൺ ജയിച്ചാൽ തീർച്ചയായിട്ടും ഷിബു ബേബി ജോൺ തന്നെ കിട്ടും. ഷിബു ബേബി ജോൺ തോറ്റുപോയാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ വിഷ്ണുമോഹൻ ജയിച്ചാൽ, ഇരവിപുരത്ത് നൗഷാദിനെ തോൽപ്പിച്ചാൽ അദ്ദേഹത്തിന് കിട്ടും. പിന്നെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് 2 മന്ത്രിസ്ഥാനമുണ്ടെങ്കിൽ, ഒരു സ്ഥാനമുള്ളെങ്കിൽ നമുക്ക് പിന്നെ മോൻസ് ജോസഫിനാണ് മുൻതൂക്കം. കാരണം അദ്ദേഹം നിരവധി വർഷം MLA ആയിരുന്നു. പാർട്ടിയുടെ പ്രധാനപ്പെട്ട വൈസ് ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന വർക്കിംഗ് ചെയർമാനോ വൈസ് ചെയർമാനോ, അതായത് ചെയർമാൻ ജോസഫ് സാർ കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് മോൻസ് ജോസഫ്.
അദ്ദേഹം കടുത്തുരുത്തിൽ നിന്ന് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവിടെ ജിമ്മിയാണ് മത്സരിക്കുന്നത്, പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അവർ തോറ്റുപോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ മോൻസ് ജോസഫ് മന്ത്രിയാകും. 2 മന്ത്രിസ്ഥാനം കിട്ടുമെങ്കിൽ, കാരണം അവർ 2 സീറ്റ് അങ്ങോട്ട് കൊടുത്തല്ലോ. അപ്പോൾ 2 സീറ്റ് അങ്ങോട്ട് കൊടുത്തപ്പോൾ അവർക്ക് 2 മന്ത്രിസ്ഥാനം കിട്ടുമെന്നുണ്ടെങ്കിൽ അബു ജോസഫും കൂടി, അതായത് തൊടുപുഴയിൽ നിന്ന് ജയിച്ചിട്ടുള്ള ജോസഫ് സാറിന്റെ മകൻ മന്ത്രിയാകും. ഇനി വേറെ വല്ല അട്ടിമറി നടക്കുമെങ്കിൽ പാർട്ടിക്കകത്ത് ഭൂരിപക്ഷ ആളുകളും പറയുകയാണ് ഇവർ 2 പേരും ജയിച്ചാൽ അബു ആയ മതി എന്ന് പറഞ്ഞ പോലെ അട്ടിമറി നടക്കുകയും മോൻസ് ജോസഫ് അതിന് സമ്മതിക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ അബു ആയിരിക്കും മന്ത്രി. അത് നമുക്കറിയില്ല, കേരള കോൺഗ്രസ്സുകാർ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ പിന്നെ കോൺഗ്രസിലേക്ക് നമ്മൾക്ക് വരുമ്പോൾ നമ്മുടെ സണ്ണി ജോസഫ് ജയിച്ചു കഴിഞ്ഞാൽ, പേരാവൂരിൽ സണ്ണി ജോസഫ് ജയിച്ചാൽ അദ്ദേഹം KPCC പ്രസിഡന്റാണ്. സണ്ണി ജോസഫ് ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം മന്ത്രിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കെ മുരളീധരൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ചാൽ മന്ത്രിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അപ്പൊ കെ മുരളീധരൻ വരുമ്പോൾ കെ മുരളീധരൻ, VS ശിവകുമാർ, പിന്നെ വിൻസെന്റ്, അത്രയും വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻസ് ആണ്. ഈ ഒന്ന് തൊടുമ്പോൾ അടുത്തതിലേക്ക് മാറും. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ പിന്നെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ റാന്നി, അതായത് പത്തനംതിട്ട ജില്ലയ്ക്ക് ഒരു പ്രാതിനിധ്യം കൊടുക്കുകയാണെങ്കിൽ അവിടെ സതീഷുണ്ട്. ജയിക്കുന്ന കോന്നിയിൽ ജയിക്കാൻ സാധ്യതയുള്ള സതീഷുണ്ട്. റാന്നിയിലുള്ള പഴകുളം അതുകൊണ്ട് അത് പത്തനംതിട്ടയ്ക്ക് ഒരു സ്വാധീനം കൊടുക്കുകയാണെങ്കിൽ മാത്രം. ആലപ്പുഴയ്ക്ക് ഞാൻ പറഞ്ഞു ഷാനിമോൾ ഉസ്മാൻ, കോട്ടയത്തിന് തിരുവഞ്ചൂർ വന്നു കഴിഞ്ഞു. തൃശ്ശൂരിന് ഇനി ആർക്കാണ് കൊടുക്കുക എന്നറിയില്ല. തൃശ്ശൂരിൽ നിന്ന് പ്രതാപൻ, TN പ്രതാപൻ ജയിച്ചു വന്നാൽ ഒരു സാധ്യതയുള്ള, നേരത്തെയൊക്കെ പലവട്ടം TN പ്രതാപന്റെ പേര് പറഞ്ഞിട്ടുള്ളതാണ്. പ്രതാപൻ ജയിച്ചു വന്നാൽ തൃശ്ശൂരിനൊരു സാധ്യതയുണ്ട്. പാലക്കാട് നിന്ന് വലിയ സാധ്യതകൾ കാണുന്നില്ല. പിന്നെ മലപ്പുറം മുസ്ലിം ലീഗിൽ നിന്ന്, അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം, കാരണം അതിൻ്റെ ആളുകൾ ആരെന്നൊക്കെ ഉള്ള നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് കണ്ണൂരെന്ന് നമ്മൾ പറഞ്ഞു, കാസർഗോഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ ഒരു ചിത്രം. UDF വന്നാൽ ഇത്തരത്തിലുള്ള മന്ത്രിമാരാകും. അപ്പോഴുമുള്ള ആകാംക്ഷ, ആരാണ് UDFന്റെ മുഖ്യമന്ത്രി?